ഞങ്ങൾ 3 മണിക്ക് മുമ്പ് അവരെത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 3 മണി കഴിഞ്ഞ് ഇവിടെ കാത്തു നിന്നാൽ ഞങ്ങൾക്ക് അവിടെ സമ്മേളന സ്ഥലത്ത് എത്താൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ഇനി അവർ വരട്ടെ, അതിൽ പുറകിൽ വരട്ടെ എന്നുള്ള നിലയിൽ ഞങ്ങൾ പുറപ്പെടാനുള്ള പരിപാടിയില്ല. വേറൊരു കാര്യം, നമ്മുടെ എല്ലാവരും കഴുത്തിൽ DMKന്റെ ഷോള് കാണുന്നുണ്ട്. DMK ആയിട്ട് ഒഫീഷ്യലി സഹകരിച്ചു എന്ന് അൻവർ പറഞ്ഞിട്ടില്ല, PV അൻവർ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ DMK ആണല്ലോ, ഞങ്ങൾ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അതാണ് ഞങ്ങളുടെ. ശരിക്കും തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന കൊടിയും ഷോളും ആണത്. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തൊട്ടാകെ ഒരു കൊടിയല്ലേ, റെഡാണ്, ബ്ലാക്ക് കയറിയിട്ടുണ്ട് ഇതിനകത്ത്. അല്ല, അതല്ല ഞാൻ പറയണത്. അത് സമാനമായ പിന്നെ ഒരു കളറൊക്കെ ആർക്കും ഉപയോഗിച്ചൂടെ? അതുകൊണ്ട് ഇതിന്റെ ആശയം എങ്ങനെയുണ്ട്, ഇതിന്റെ നയം എങ്ങനെയുണ്ട്, ഇതിന്റെ രൂപരേഖ എങ്ങനെ, അവിടെയല്ല പ്രശ്നം കിടക്കുന്നത്. കൗതുകം കൊണ്ട് ചോദിക്കട്ടെ, ഈ കൊടിയും ഷോളൊക്കെ എവിടെ നിന്ന് കിട്ടി? നമ്മൾ കേരളത്തിൽ ഇല്ലല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ല, അത് എങ്ങനെയാ? അതിപ്പോ പ്രവർത്തകർ ഓരോ അത് വെളിപ്പെടുത്താൻ പറ്റൂല. അതൊക്കെ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ വെളിപ്പെടുത്തും. അതപ്പം അറിയാം. അവിടെ പരിപാടി നടത്തുന്നുണ്ടല്ലോ, അയാളെല്ലാം പറയും. ഇതിപ്പോ എന്ത് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേതാവ്? ഞങ്ങളുടെ നേതാവ് ശക്തമായ നിലപാടെടുക്കും. രാഷ്ട്രീയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ശക്തമായ നിലപാടെടുക്കും. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നേതാവ് വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട്. അത് പറഞ്ഞിട്ടുള്ളതുമാണ്. കാരണം ഇപ്പൊ ഇന്ന് പത്രക്കാരൊക്കെ ഒരുപാട് പത്രത്തിന് ഇന്ന് പത്രക്കാരോട് അധികം സംസാരിക്കാനായിട്ട് നിന്നിട്ടില്ല രാവിലെ. പിന്നെ MLA പറഞ്ഞത് എന്താണ്, മഞ്ചേരിയിൽ 2-3 മണിക്കൂർ പ്രസംഗിക്കാനുള്ളതാണ്. അപ്പൊ അവിടുന്ന് കാണും. സ്വാഭാവികമായിട്ട് നിങ്ങളൊക്കെ വേറെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളുകളായിരിക്കുമല്ലോ ഇതിനു മുമ്പ്. CPMന്റെ ആൾക്കാരാണ്. അതെ, നിലവിൽ അൻവറിന്റെ കൂട്ടത്തിൽ പോകും. പാർട്ടിനെ ഇപ്പൊ ഈ അൻവർ വെളിപ്പെടുത്തിയ മാർക്ക് തന്നെ പാർട്ടിനെ കുറ്റല്ല പറഞ്ഞത്. ഇതിപ്പോ അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സത്യമുണ്ട് എന്ന് കരുതിയിട്ട് വന്ന ആൾക്കാർ തന്നെയാണ്. അൻവർ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നാണ് ഈ ഞങ്ങളെ ഭൂരിഭാഗം ആൾക്കാരും വിശ്വസിക്കുന്നത്. നിൽക്കുന്ന അധികം ആളുകളും CPM-കാരാണോ? ഇന്നും ഇപ്പൊ തെളിയിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ അന്വേഷിക്കാൻ വിട്ടിട്ട് അങ്ങനെ പറയാന്നല്ലാതെ ഒന്നും വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്താ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും റിപ്പോർട്ട് വന്നിട്ട് അതിന് ഒരു നടപടി എടുത്തിട്ടില്ല. BJP ആയിട്ട് ശക്തമായിട്ടുള്ള ഒരു നിലപാടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പറഞ്ഞിട്ടേ ഇപ്പം മതേതര, ഞാൻ CPM-കാരനാണ്. മതേതര പാർട്ടി എന്നും പറഞ്ഞിട്ട് അംഗത്തല്ല, പക്ഷേ CPM-ന്റെ എല്ലാ വിഷയത്തിലും നമ്മൾ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണ്. ഇവന്മാർ ശരിക്കും പറഞ്ഞ ചെറ്റ പരിപാടി ചെയ്യണത്. ഇയാൾ പറഞ്ഞ കാര്യത്തിൽ എന്താ ഇവർക്ക് എന്താ മറുപടി കൊടുത്താൽ എന്താ പ്രശ്നം ഇവിടെ? ഇവർ പറഞ്ഞ ഇയാൾ കറക്റ്റ് ഒരു സാധാരണക്കാരനായ ആൾ ചോദിക്കണ ചോദ്യത്തിന്റെ മറുപടി പറയാൻ ഒരു CPM-നെ പോലത്തെ ഒരു പാർട്ടിക്കാർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന്റെ അവസ്ഥ എന്താ? പിന്നെ ഒരു CPM-നെ പോലത്തെ ഒരു പാർട്ടി എന്താണ് ഇന്ത്യയില്? ആ പാർട്ടി വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ സാധാരണക്കാരൊക്കെ? മതേതര പാർട്ടിയല്ലേ? മെമ്പർഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അതായത് ചേട്ടൻ മെമ്പർ ആയിരുന്നു CPM-ന്റെ. എന്തുകൊണ്ടാണ് CPM-ൽ പോയത്? 20 വർഷത്തിന് മേലായി. 20 വർഷമായിട്ട് CPM ആയിരുന്നു. എത്ര വർഷമായിട്ട് CPM മാറിയിട്ട്? ഇപ്പൊ മാറിയിട്ടുള്ളൂ, ഈ അടുത്ത് മാറിയിട്ടുള്ളൂ. ഈ അൻവറിന്റെ പ്രശ്നക്കാരൻ മാറിയതാണ്. ഇനിയിപ്പോ കാണാൻ പോണ പൂരം ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. നിങ്ങള് മഞ്ചേരിക്കാണ് വരുമല്ലോ. 2-3 മണിക്കൂർ ഇന്ന് പ്രസംഗിക്കുമ്പോ, മഞ്ചേരി പ്രസംഗിക്കുമ്പോ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും. മിഞ്ഞാന്നത്തെ പത്രസമ്മേളനത്തിന് മുഖ്യമന്ത്രി ഓരോരോ ചോദ്യം പത്രക്കാർ ചോദിച്ചപ്പോൾ അത് ഇതുവരെ ചിരിച്ചാത്തൊരു ചിരിച്ച് ഒഴിവാക്കുക ചെയ്ത്. അതല്ല അതിന്റെ ശരി. അപ്പോൾ ഒരുപാട് ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുള്ള രൂപത്തിൽ അത്രയും പത്രക്കാർ അവിടെ നിന്നിട്ട് മുഖ്യമന്ത്രി ചിരിച്ചുകാണ്ടാണ്ട് തള്ളി. ഇന്നലെ സ്റ്റാലിനെ പോയി ചെന്നൈന്ന് കണ്ടിരുന്നു PV അൻവർ. അത് വലിയൊരു പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിയിരുന്നു? അവർ പ്രതീക്ഷ നൽകിയിരിക്കണേ. സ്റ്റാലിനെ കണ്ടു എന്ന് MLA പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, കണ്ടു എന്ന് പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ല എന്നാണോ? അത് പറയും. 1 മണിക്കൂർ കാത്തിക്ക് സസ്പെൻസ് ആണ്. കുറെ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ മഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. അത് നിരീക്ഷകരൊക്കെ വരുമെന്ന് പറഞ്ഞു. സ്റ്റേജിൽ ഉണ്ടാവില്ല, പക്ഷെ നിരീക്ഷകൻ ആളുണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനം MLA ഒരുക്കിയേക്കണ്. അതിന് കഴിവില്ല ആൾ തന്നെയാണ് അദ്ദേഹം. നിങ്ങൾ കാണും, 1 ലക്ഷം ആളുകൾ MLA പറഞ്ഞ പോലെ 1 ലക്ഷം ആളുകൾ ഇന്ന് പങ്കെടുക്കും. അതിലൊരു തർക്കമല്ല. മറ്റു കാര്യം, ഇത് വഴിക്കട എന്ന് പറഞ്ഞാൽ തമിഴ്നാട് അതിർത്തി പ്രദേശമാണല്ലോ. അവിടുന്ന് കുറെ ആളുകൾ, ഈ DMK ബന്ധമുള്ള ആളുകൾക്ക് ഇവിടെ ഉണ്ടോ ഈ മലയോര മേഖലയിൽ? ഉണ്ട്. 5000-ഓളം ആളുകൾ ഗൂഡല്ലൂരിൽ താമസം മാറി വന്ന ആളുകൾ ഏകദേശം ഉണ്ടാവില്ലേ? 5000-ഓളം ആളുകൾ ഇവിടെ ഉണ്ടാവും. തമിഴ്നാട്ടിൽ വീടുണ്ടായിരുന്നത് വഴിക്കട ഭാഗത്ത് താമസങ്ങൾ 5000-ഓളം കുടുംബങ്ങൾ ഉണ്ടാവും ഇവിടെ. അവരൊക്കെ ഒപ്പിച്ചെടുത്ത കൊടിയും സാധനങ്ങളൊക്കെയാണിത്. അല്ലാതെ അത് ഉദ്ദേശത്തിലാണ് നമ്മള് സസ്പെൻസ് കൊടുത്തത്. അതൊക്കെ അവിടുന്ന് വെളിപ്പെടുത്തും. ഇന്ന് നേരം വെളുത്തപ്പോ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് പത്രക്കാരാട്ടെ മറ്റുള്ള ആൾക്കാരാട്ടെ. അപ്പോഴൊക്കെ MLA പറഞ്ഞ എന്താ, 3 മണിക്കൂർ പ്രസംഗിക്കാൻ അവിടെ ഉണ്ട്, അവിടുന്ന് സംസാരിക്കാം. അതെ, അപ്പൊ ഇന്ന് 1 ലക്ഷം ആൾക്കാരെ മേലെ അവിടെ കൂടും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കൂടിയ ജനങ്ങൾക്കൊക്കെ
അറിയാൻ കഴിയുകയും ചെയ്യും.